നല്ല നിലത്ത് വീണത് മാത്രം ഫലമുള്ളതായി മാറുന്നു, ദൈവരാജ്യത്തിന്റെ വിത്തായി മാറുന്നു. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. നമ്മിലേക്ക് വീഴുമ്പോൾ ഈ വചനം രണ്ട് കൈയും നീട്ടി ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പണമുള്ള ഒരു ഹൃദയം, അത് പ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് 100 മേനിയായി, 60 മേനിയായി, 30 മേനിയായി. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മുകളിൽ നിന്ന് താഴോട്ട് വരുന്നെന്നല്ല എൻ്റെ അർത്ഥം. ചിലത് 100 മേനി വിളയും, ചിലത് 60 മേനി വിളയും, ചിലത് 30 മേനി വിളയും. എന്താണ്? പ്രൈസ് ദി ലോർഡ്. കുറഞ്ഞ പക്ഷം ജസ്റ്റ് പാസ് 30 മേനിയെങ്കിലും വേണം. ആമേൻ. അപ്പോൾ അങ്ങനെ വിളയുമ്പോൾ ഇതിപ്പോൾ രാജ്യത്തിന്റെ പുത്രന്മാരായി മാറുന്നു. എത്ര ദൈവവചനം കേട്ടിട്ടും നിനക്കൊരു മാനസാന്തരം വരുന്നില്ലെങ്കിൽ, നിനക്കൊരു സമർപ്പണം വരുന്നില്ലെങ്കിൽ, ആ വചനത്തെ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ, അതങ്ങ് പ്രസംഗം കേട്ടോണ്ട് നീ വേറെ ഏതെങ്കിലും ശ്രദ്ധിച്ചിറങ്ങിപ്പോകുന്നുവെങ്കിൽ, എത്ര പ്രസംഗിച്ചാലും ഒരു കാലവും മാനസാന്തരപ്പെടാതെ ഏതൊക്കെ വ്യക്തികൾ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നുവോ, നീ ഓർക്കണം, ദൈവവചനം നിന്റെ ഉള്ളിലില്ല. നീ ദൈവരാജ്യത്തിന്റെ പൗരനായി മാറിയില്ല, നീ ദൈവരാജ്യത്തിന്റെ പുത്രനായി മാറിയില്ല, നീ ആ നല്ല വിത്തായി മാറിയില്ല. ആ നല്ല വിത്ത് പോലെ നീ വളർന്നു വന്നാൽ മാത്രമേ ഒരു ദിവസം നിന്നെ കൊയ്തെടുത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകൂ. അവിടെ കൊണ്ടുപോയി നീ അവിടെ സൂര്യനെ പോലെ പ്രകാശിക്കും.